എന്റെ അമ്മയെ ആരാണ് ഈ വേലിക്ക് നോക്കിയിട്ട് ഈ തെറി വിളിച്ചോണ്ടിരിക്കണത്? എന്റെ സുശീല എന്നിവിടെ ത്രിസന്ധിക്ക് വിളക്കത്തിക്കുമ്പോ അപ്പുറത്തെ മെനകെട്ടവൻ വന്ന് ഒളിഞ്ഞോട്ടോ ഒരു കൊഞ്ഞനം കുത്തി കാണിക്കലും. പിന്നെ എവിടെ ഇരിക്കണത്? ഐശ്വര്യ റായി അല്ലേ? നീ എന്തെങ്കിലും പറഞ്ഞാർന്നോ? ഞാനൊന്നും പറഞ്ഞില്ല. നീ ഐശ്വര്യ റായിന്നോ മറ്റോ? അതല്ല, ഈ പഞ്ചായത്തിൽ ഐശ്വര്യമുള്ളൊരു അമ്മ ഉണ്ടെങ്കിൽ അതെന്റെ അമ്മായിമ്മയാണെന്ന് ഞാൻ പറഞ്ഞതാ. സുശീലോ, ഞാൻ കേട്ടാർന്നു. പണ്ട് ഞാനും ഒരു ഐശ്വര്യ റായിനെ പോലെ ഇരുന്നതാ. അന്നേ അഭിഷേക ബച്ചന്മാർ എന്റെ പുറകെ കിള പോലെ ഇരുന്ന് കുപ്പിട്ടുള്ളി കുപ്പം പാത്രം പോലെ ഇരിക്കണത് അളനല്ലേ ഐശ്വര്യ റായി എന്ന് പറയണത്. സുശീലോ, എന്തോ നീ എന്തെങ്കിലും പറഞ്ഞാർന്നോ? അമ്മേ, ഞാനൊന്നും പറഞ്ഞില്ല. നീ ഒന്നും പണയണ്ട. അല്ല, ഈ പ്രായോഗത്തിലും നോക്കണ്ടേ? വെറുതെ പൗഡർ ഇട്ടിട്ട് വെളുപ്പിച്ച് അടക്കേ. അയ്യോ, നീ അങ്ങനെ ആ വർത്താനം പറയരുത് കേട്ടോ. എന്റെ കുടുംബത്തെ കാരണന്മാരൊന്നും അത്ര കോലമില്ലാത്ത മനുഷ്യരൊന്നും അല്ല. എല്ലാവരും നല്ല കോലമുള്ള ആൾക്കാർ തന്നെയാണ്. അത് ബ്രൂട്ടീഷിൽ പോയിട്ടല്ല. അമ്മേ, എന്നൊരു കാര്യം ചെയ്യും, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. നീ പോണത് കൊള്ളാം, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കണം. എന്റെ സ്വന്തം അമ്മ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. ഒരു നിമിഷം ഈ അമ്മക്ക് എന്നെ കാട്ടിലേക്ക് വല്ലാത്ത വിഷമം അല്ലേ അമ്മേ? സുശീലോ, എന്തോ എന്റെ വിഷമം കൊണ്ടല്ലടാ. എന്നിവിടെ അത്താഴം വിളമ്പണ നേരത്ത് കൃത്യസമയത്ത് കയ്യും കഴുകി ആ കഞ്ഞിക്കലത്തിന്റെ മുന്നിൽ വന്ന് നീ ഇരിക്കുമല്ലോ. ഇന്ന് കണ്ടില്ലെങ്കിൽ ആ കഞ്ഞിക്കലത്തിന് വിഷമം ഉണ്ടാകും. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇതെന്താടാ ഇത് പോയേക്കാണ്? കണി ശരിയല്ല, കണി ശരിയല്ല. കാണിച്ചു തരൂലെന്നാ? അത് കാണിച്ചു തരൂലെന്നല്ല, കണി ശരിയല്ല. ഇന്നത്തെ കണി ശരിയല്ല. ഇന്ത്യ വിക്ഷേപിച്ച റോക്കറ്റ് കണക്ക് പോണേലും തിരിച്ചു വന്നപ്പോഴേ എനിക്ക് തോന്നി നീ വരണമായിരിക്കുന്നു. ഇന്നെന്താടാ ഇത്ര നേരത്തെ? സാധാരണ 8 മണിയാണല്ലോ. അമ്മയുടെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ, നാളെ ആ ശാന്തപ്പന്റെ കല്യാണം, എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം. പുതുപ്പറമ്പിലെ പറഞ്ഞവരോട് വെട്ടവും വിളിച്ചൊന്നും ഇല്ലേ? അതാ KCB ആൾക്കാർ വന്ന് പൂസൂരിക്കൊണ്ട് പോയടാ. എന്റെ ദൈവമേ, ഞാൻ എങ്ങനെ കല്യാണത്തിന് പോകും? നീ ഇവിടുത്തെ പൂസും കൊണ്ടാണോ കല്യാണത്തിന് പോണ? എന്റെ അമ്മ അതല്ല പറഞ്ഞത്. എന്റെ ഷർട്ടും മുണ്ടൊക്കെ തേക്കണ്ടേ? കറണ്ട് ഉണ്ടെങ്കിൽ അല്ലേ തേക്കാൻ പറ്റുള്ളൂ. എടാ, കറണ്ട് ഇല്ലാതെ തേക്കണ വിദ്യ ഞാൻ പറഞ്ഞുതരാടാ. ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ് അമ്മ പറഞ്ഞ്. നീ ആദ്യം നിന്റെ മുറിയിലോട്ട് ചെല്ലണം. എന്നിട്ട് ആ തേപ്പൊട്ടി എടുത്ത് നിന്റെ മുഖത്തിന് നേരെ കുത്തിച്ചാരി പിടിക്കണം. എന്നിട്ട് അതിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ ചീത്ത പറയണം. അപ്പൊ അത് ചൂടാവില്ല. ആ ചൂടിലെടുത്ത് വെച്ച് അങ്ങോട്ട് തേക്കും. അതല്ല അച്ഛൻ അമ്മയെ തേച്ചിട്ട് പോയത്. എന്റെ ദൈവം, അമ്മ രാവിലെ ഞാൻ എണ്ണി കാശ് തന്നിട്ടല്ലേ പോയ കറണ്ട് ബില്ല് അടയ്ക്കാനായിട്ട്. എടാ, അത് ഞാൻ സുശീലന്റെ കൊടുത്താർന്നടാ. എന്റെ ദൈവമേ, അതും പോയി. ആ കാശും പോയി. അമ്മ അല്ലാണ്ട് ആരെങ്കിലും അളിയന്റെ കാശ് കൊടുത്തു വിടുവാ? ഉണ്ടല്ലേ ഒരു കുളമ്പടി ശബ്ദം കേൾക്കണുണ്ടല്ലോ. അത് കുളമ്പടി ശബ്ദമല്ല, അവനകത്തിരുന്നേ മിച്ചറ് തിന്നണതാ. ദൈവമേ, അളിയനൊന്ന് വിളിച്ച് ചോദിച്ചു കാശ് അവിടെ കൊണ്ടുപോയി കളഞ്ഞു. എടാ സുശീല, ഓ, ഒന്നിങ്ങോട്ട് വന്നേടാ. ജയിച്ചമ്മേ, ജയിച്ച് 3 കളിയും ഞാൻ തന്നെ ജയിച്ച്. അപ്പൊ തോറ്റാരാ? ഞാൻ തന്നെ. എതിര് കളിക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്ത് കളിയുടെ കാര്യാടാ പറയണേ? പാമ്പും കൂടി. പാമ്പും കോഴിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇങ്ങോട്ട് വന്നേ. തല്ലാനാണാ? തല്ലാനല്ല അളിയ, ഒന്ന് വാ. കൊല്ലും ഞാൻ നിന്ന. അളിയ, ഞാൻ 3ന്റെ കടയിൽ എന്തെങ്കിലും മേടിച്ചായിരുന്നു. എന്നാ മേടിച്ചത്? ഒരു കോണിയും പാമ്പും 2 കളി കൊടുക്കുക. കാശ് കൊടുത്താ? അത് അളിയൻ തരാന്ന് പറഞ്ഞ അളിയൻ കൊടുത്തില്ലേ? ഈ അളിയനാണമ്മേ നാട്ടിലൊരു വലിയില്ലാണ്ടാക്കുന്നത്. എന്റെ അമ്മ, ഈ 10-39 വയസ്സുള്ള ഈ മുതുക്കൻ ഈ പ്രായത്തിൽ കളിക്കുന്ന കളിയാണ് ഏണിയും പാമ്പും കളി. അത് കൊള്ളാല്ല. അളിയൻ വലിയ ഗമയില് കുളിച്ച് കുറിയും തൊട്ട് കാലത്ത് അങ്ങോട്ട് പണിക്ക് പോകുമല്ല. ഇവിടെ വെറുതെ ഇരുന്നതിനാണ് എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ? അയ്യോ, ഞാൻ ഈ പണിക്ക് പോകുന്നോണ്ടല്ലോ നീ 3 നേരം മുണുക്കാൻ കഴിക്കണത്. അതവിടെ നിക്കട്ടെ. ഞാൻ ഇന്ന് കറണ്ട് ബില്ല് അടയ്ക്കാൻ നിന്റെ കാശ് തന്നാർന്നോ? തന്നാർന്നു. എന്നിട്ട് നീ അടച്ചാർന്നോ? അടച്ചില്ലായിരുന്നു. അതെന്നാർന്നു? പറഞ്ഞ പോലെ അളി അതെന്നാർന്നു. കോപ്പാർന്നു. ആ കാശ് പുട്ട് കഴിച്ചു കാണും. അതെന്നാർന്നു എന്ന് വെച്ചിട്ടാ അമ്മ കാശ് തന്നില്ലേ? നേരെ ഞാൻ കറണ്ട് ഓഫീസിലേക്ക് പോയി. ഈ പാതി വഴിക്ക് ചെന്നപ്പോഴല്ല നമ്മുടെ തെക്കേപ്പാട്ട സുനിക്കുട്ടനില്ലേ അമ്മ? സുനിക്കുട്ടൻ. അവനെ പോലത്തെ ഒരു ചെക്കൻ വയറെ കൊട്ടി എല്ലാം കുന്തി കണ്ണൊക്കെ കൊഞ്ഞിട്ട് പുറകെ നിന്നിട്ട് മാന്തി വിളിക്കാം, മാമ മാമ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 4-5 ദിവസമായിരുന്നു. മനസാക്ഷിയുള്ളവർക്ക് സഹിക്കും, അമ്മക്ക് സഹിക്കോ, അളിയന് സഹിക്കോ? നിന്റെ മനസ്സൊക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്? ഞാൻ നോക്കുമ്പോ അമ്മ എന്ന പൈസ മാത്രമുണ്ട്. അപ്പൊ തന്നെ അവന്റെ കൈക്ക് പിടിച്ച് നേരെ ഞാൻ ആ ഹോട്ടലിൽ കയറ്റി, വലിയ ഹോട്ടലിൽ. എന്നിട്ട് നീ അവന് വല്ലതും മേടിച്ചു കൊടുത്താർന്നോ? ഇവിടെ നിന്ന് 4 പൊറോട്ടും 2 ബീഫും കഴിച്ചപ്പോ ഈ പൈസ തീർന്നു. പിന്നെ ഞാൻ അവനെല്ലാം വാങ്ങിച്ചു കൊടുക്കാനാ? നീ അവനൊന്നും മേടിച്ചു കൊടുത്തില്ലേ? ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ അവനോട് പറഞ്ഞ് അടുത്ത പ്രാവശ്യം കാണാട്ടോ എന്ന് പറഞ്ഞ് വിട്ടേക്കാ. സന്തോഷമായില്ല. ഒരു കൂലിക്കും വേലയ്ക്കും പോകാതെ താൻ എങ്ങനെയാണോ അടുത്ത മാസം അവന് ഭക്ഷണം മേടിച്ചു കൊടുക്കും? അതാണ് തലയിൽ കിഡ്നി വേണോന്ന് പറഞ്ഞത്. അത് ഈ മാസത്തെ കറണ്ട് ബില്ല് നമ്മൾ അടച്ചിട്ടില്ലല്ലോ. അപ്പൊ ഈ മാസത്തെയും അടുത്ത മാസത്തെയും കൂട്ടിയിട്ട് അളിയൻ ഒരുമിച്ച് തരുമല്ല. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക് ലാവശ്യമായിട്ട് കഴിച്ചു. എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അളിയൻ ഈ കുടുംബത്തെ താമസിക്കുന്നത്. പിന്നെ നിന്നെ നശിപ്പിക്കാൻ അവൻ എന്നാ ബാലങ്കനായരോ? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം.
രമണിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഈ ചിങ്ങമാസം വരുമ്പം 8 വർഷമായി. 8 വർഷമായില്ലേ? ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് 8 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. വൈകുന്നേരം ആവുമ്പോ അമ്മയുടെ കാല് തിരുമാൻ പോകൂല അവള്. ഇതല്ല അമ്മ കേക്ക്. ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് 8 വർഷമായിട്ട് പൂജയും വഴിപാടും ഉരുളികാമത്തിലൊക്കെ ചെയ്യണുണ്ടല്ലോ. എടാ പ്രവീണേ, ആ ഉരുളിക്ക് വരാൻ ഞാൻ പോയി കമന്നിട്ട് വല്ല കാര്യം ഉണ്ടടാവേ? അമ്മേ, ഈ അമ്പലത്തിൽ കമത്തുന്ന ഉരുളി ചെറിയ ഉരുളിയാ, അല്ലാണ്ട് ബിരിയാണി ചെമ്പല്ല. എന്റെ അമ്മ ഇതൊന്നുമല്ല എന്റെ പ്രശ്നം. ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ അളിയനെ തീറ്റി പോറ്റണ ഞാനാണ്. അതാണ് എന്റെ പ്രശ്നം. രാവണ അമ്മേ പറഞ്ഞേട്ടാ, അമ്മേ അന്നത്തിന്റെ കണക്ക് പറഞ്ഞേട്ടാ. ഞാൻ ഒരു ദിവസം 6 നേരം ഇത്തിരി ഭക്ഷണം കഴിക്കണ കണക്ക് പറഞ്ഞേട്ടാ. കണക്ക് പറഞ്ഞേട്ടാ 6 നേരം വെറുതെ അല്ല ചില സമയത്ത് എനിക്ക് അത്താഴം കിട്ടാത്തത്. അത്താഴം കിട്ടണമെങ്കിൽ കണ്ണി കണ്ടവന്റെ വീട്ടിൽ കാശിന്റെ ആർത്തി കൊണ്ട് പണിക്ക് പോയാ പോരാ, വിളമ്പുമ്പോ ഇവിടെ വേണം. എന്തായാലും ഈ അളിയനെ ഇവിടെ വെച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നത്. ഞാൻ പോടാ, നീ പോടാ, ഞാൻ ഇറങ്ങി പോകും. അമ്മേ, ഈ അന്നത്തിന് എച്ചി കണക്ക് പറയണ ഈ നാറികളിന്റെ വീട്ടിൽ ഞാൻ ഒരു നിമിഷം ഞാൻ നിൽക്കൂല, ഒരു നിമിഷം നിൽക്കൂല. രമണി, തുണി മുണ്ടൊക്കെ എടുത്ത് പെട്ടിയിലാക്കണി. ഈ നിമിഷം ഞാൻ പോകും, ഈ നിമിഷം അമ്മ പോകും. അമ്മേ പറഞ്ഞേട്ടോ, അമ്മേ അന്നത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് അമ്മക്കൊന്നും പറയാനില്ല ഇത് കേട്ടിട്ട്. എടാ സുശീല, നിനക്ക് കിട്ടുവാ. കഴിഞ്ഞ 8 വർഷമായിട്ട് കോഴിക്കുഞ്ഞിനെ തള്ളക്കോഴി ചിറകിനടി കൊണ്ട് നടക്കണക്ക് അവൻ നിന്നെ തീറ്റി പോറ്റണില്ലേ? ഇനിയെങ്കിലും തന്നെത്താൻ കൊത്തിപ്പിറക്കി തിന്നൂടാ. അപ്പൊ നിങ്ങൾ തള്ളേ പോലും ഒറ്റക്കെട്ടായി. നീ ഈ തള്ളക്ക് കൈവശം കൊടുത്തല്ലേ? അമ്മേ ഒരു നിമിഷം ഞാൻ നിൽക്കൂല. നമ്മുടെ ഭാഗ്യം നീ അറിഞ്ഞു കേട്ടില്ല. തുണി മുണ്ടൊക്കെ പടക്കി പറ്റിയില്ലാക്കടി. ഈ നിമിഷം ഞാൻ പോകോടി. അമ്മേ നിങ്ങടെ നോക്ക്, എന്താണ് കാര്യം പറയുമ്പോ കുഞ്ഞിക്കല്ലേ. പിന്നെ ഞാൻ എന്താണ് ഇവിടുന്ന് പോകാത്തെന്ന് അറിയാമോ? എൻ്റെ അമ്മനെ ഓർത്തിട്ടാ, എൻ്റെ അമ്മനെ ഒറ്റൊരുത്തിന് ഓർത്തിട്ടാ ഞാൻ ഇവിടുന്ന് പോകാത്തത്. പിന്നെ ഞാൻ ഇവിടുന്ന് പോയാലും അമ്മ നേരത്തിനും കാലത്തിനും ഒക്കെ ഭക്ഷണം കഴിക്കണം കേട്ടോ. പിന്നെ ഭക്ഷണത്തിന് മുമ്പുള്ള ഗുളിക, ഭക്ഷണത്തിന് ശേഷമുള്ള ഗുളിക, പിന്നെ ചാകാനുള്ള ഗുളിക, ചായ കുടി കഴിഞ്ഞിട്ടുള്ള ഗുളിക, ഇതെല്ലാം കഴിക്കണം. ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോകാം, ഒക്കെ എടുത്ത് വെച്ചോടി. പിന്നെ അമ്മേ, നമ്മുടെ കാലിന്റെ നീരുദോഷം മാറിയ എന്നെ എത്രയും പെട്ടെന്ന് വിളിച്ചു പറയണം കേട്ടോ. എന്റെ സുശീല, എന്റെ നീരുദോഷത്തിന്റെ കാര്യം അവിടെ നിക്കട്ടെ. നീ ഈ അച്ചി വീട്ടിൽ കിടക്കുന്ന പേരോഷം ഒന്ന് മാറ്റി തരാമോ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടായില്ലേ? ഇനി ഒരു നിമിഷം നിൽക്കൂല. നമ്മുടെ വായു നീ അറത് കിട്ടില്ല. രമണി, മുണ്ട് തുണിയൊക്കെ എടുത്ത് പെട്ടിലാക്കണി. ഈ നിമിഷം പോകണോടി നമുക്ക്. എടി രമണി, എടാ അവനെങ്ങാനും പോകൂടാ. അവൻ പോണെ കൊണ്ട് പോട്ടമ്മേ. എടാ അപ്പൊ എന്റെ കൊച്ചു അജ്ഞാതയായി പോകൂലടാ. അജ്ഞാതയല്ല, അനാഥ. പോയിട്ട് പിന്നെ അതല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാടാ പ്രവീണ? ഇതേ വന്നുണ്ട്. എന്താ പോണില്ലേ? ഇന്നെങ്ങനെ പോക്ക് എടുക്കും? അവള് തുണിയൊക്കെ നനച്ചിട്ടാക്കല്ലേ ഇന്ന് പോകാൻ പറ്റൂ? അമ്മ കാര്യമായിട്ട് പറഞ്ഞാൽ ഇത് നുണ പറഞ്ഞാൽ ഈ നനഞ്ഞ തുണി കെട്ടിപ്പറക്കിരിക്കുന്നത് പോകാൻ പറ്റുമോ? എന്റെ അമ്മ ഈ തുണിയെല്ലാം കൂടി ഞാൻ വാരിട്ട് കത്തിക്കും കേട്ടോ. അത് നടക്കൂല. അതെന്നാ നനഞ്ഞ തുണി കത്തൂല. പോകാൻ കഴിഞ്ഞാൽ ഉടായിപ്പോന്നല്ലേ രമണി ഉണ്ടല്ലോ അവള് വിളിക്കുന്നേ. എന്റെ ദൈവം, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. നേരം വെളുത്ത് ഇങ്ങനെ വാ തുറക്കണ രണ്ട് കാര്യത്തിനാ. ഒന്ന് തിന്നാനും പിന്നെ നുണ പറയാനും. രമണി, നീ അത് പറയരുത്. ഞാൻ കോട്ടുവായി ഇടുമ്പോഴും വാ പൊളിക്കാറില്ല. നാളുണ്ടോ മനുഷ്യ? നീ ഒറ്റ ഇയാളെ ഈ പരുവത്തിലാക്കി അറിയാവോ? നിങ്ങൾ കുടുംബക്കാരൊക്കെ കൂടി ഈ കാട്ടുമാക്കൻ എന്നെ തല വെച്ച് കെട്ടിയതല്ലേ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഈ പുകമൂറിന് ഞാൻ കെട്ടുമായിരുന്നു. എന്ത് വർത്താനായി പറയണത്? ഈ കല്യാണത്തിന് 1 മാസത്തിന് മുമ്പ് ഇയാളുടെ ഫോട്ടോ ഞാൻ കൂടെ കാണിച്ചല്ലേ നിന്നെ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണിച്ചാൽ എങ്ങനെ കളർ തിരിച്ചറിയണ? ഇത് കണ്ടാ രാവും പകലും പോലെ ഇരിക്കണത്. ഈ ഇമാതിരി സാധനത്തിന് എന്റെ തല കെട്ടി വെച്ചില്ലേ? എന്റെ ജീവിതം ഈ നായ നക്കി. സുശീല, നിനക്കൊരു കളർ ഫോട്ടോ കാണിക്കാൻ പാടില്ലായിരുന്നോ? കളർ ഫോട്ടോ കാണിച്ചാൽ കല്യാണം നടക്കുമായിരുന്നു. ആ കളർ അറിയൂലേ? എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അളിയൻ ഇവിടുന്ന് ഈ നിമിഷം ഇറങ്ങിക്കോണം. ഞാൻ ഇറങ്ങണമെങ്കിലേ അവക്ക് കൊടുക്കാനുള്ള സ്ത്രീധനത്തിന്റെ ബാക്കിയും ഈ വീടിന്റെ മാന്യമായിട്ടുള്ള ഭാഗവും കൊടുത്താൽ ഞാനും ഈ നിമിഷം ഏടോ സ്ത്രീധനത്തിന്റെ ബാക്കി കാശിന്റെ ഇരട്ടി താൻ ഇവിടുന്ന് കഴിച്ചിട്ടില്ലോ? ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീധനത്തിന്റെ പലിശ കൂട്ടിയാൽ മതി. നിനക്കൊരു പലിശ തരത്തില്ല. നീ ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. ഞാൻ ഇവിടുന്ന് ഇറങ്ങണം. സ്ത്രീധനത്തിന്റെ ബാക്കിയാണോ? പടകളൊന്നും നിർത്തടാ. നിന്റെ അച്ഛനെ ഇട്ടിട്ട് പോയിട്ടുള്ളൂ. എനിക്കൊരു മൂത്ത ആങ്ങളുണ്ട്, എന്റെ ഓപ്പ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്നൊരു തീരുമാനം ഉണ്ടാവും. അതെന്താ? ഞാൻ ഓപ്പറോട് വരാൻ പറഞ്ഞു. നീ എന്തും പറഞ്ഞു വിളിച്ചടാ? ഞാൻ പറഞ്ഞ അമ്മക്ക് സുഖമില്ല, സീരിയസ് ആണ്, ചാകാൻ കിടക്കണ, എമർജൻസി ആയിട്ട് വരാൻ പറഞ്ഞാക്കേ. അതിന് നിന്റെ അമ്മ ചത്തുപോയിട്ട് കൊല്ലം കുറെ ആയില്ലടാ. അയ്യോ, എന്റെ അമ്മയല്ല, ഈ അമ്മ ചാകാൻ കിടക്കണെന്നാ പറഞ്ഞത്. ഞാനിവിടെ പയറുപോലെ ഓടി കിടക്കുന്ന കണ്ടിട്ട് നിനക്ക് സഹിക്കണില്ലല്ലടാ. പെങ്ങളെ, എന്റെ കവലി പെങ്ങളെ, പെങ്ങളെ
നിനക്ക് എന്നാ പറ്റേ ഇതങ്ങോട്ട് പിടിച്ചേ ഇതെന്തെന്നാ എമർജൻസി. ഇത് എനിക്ക് എന്നതിനാ? നിനക്ക് സുഖമല്ല, എമർജൻസി ആയിട്ട് വരാൻ പറ്റില്ല. ഞാൻ കണ്ണറിയാൻ വേണ്ടിട്ട് വയ്ക്കും. നല്ല വെട്ടമുള്ള സാധനം അത്. എന്റെ പേത്താച്ചി പേത്താച്ചിയാ? ഓ, മാമച്ചി ഏ? ഇങ്ങ് വന്നേ. പിന്നെ എമർജൻസി ആയിട്ട് വരാൻ പറഞ്ഞത് പെട്ടെന്ന് വരാനാ, അല്ലാണ്ട് തെളിച്ച് പിടിച്ച് വരാനല്ല പറഞ്ഞത്. ഇംഗ്ലീഷാ. എന്നാ പിന്നെ അത് ഇംഗ്ലീഷിൽ പറയണ്ടേ? ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളല്ലേ ഞാൻ. പിന്നെ ഈ കുടുംബത്തേക്ക് കടന്നു വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇവിടെ ഏതാണ്ട് ചീഞ്ഞ് നാറുണ്ട്. അത് വേറൊന്നുമല്ല, അതേ എന്റെ തുണിയെല്ലാം കൂടെ നനച്ചു വിരിച്ചിട്ടിരിക്കണതാ. അതല്ലടി ഉള്ള ഇവിടെ എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട്. എടാ മോനെ, എടാ പ്രവീണ, എടാ ഏയ് എടാ സുശീല, അയ്യോ ഇത് ആരെങ്കിലും ഒന്ന് പോകാൻ തുറന്ന് എന്തെങ്കിലും പറയാവോ? എന്റെ ഓപ്പേ, ഇവിടെ മൂന്തിക്ക് വിളക്ക് വെക്കുമ്പോ അപ്പൊ തുടങ്ങും ലഹള. ആണോ? ദേ ഈ നിക്കണവൻ ഇവനോട് എന്തെങ്കിലും കുണൂണാന്ന് പറയും. അപ്പൊ ഈ സുശീലൻ ഈ പ്രവീണിനോട് പിന്നെ എന്തെങ്കിലും കുണൂണാന്ന് പറയും. അപ്പൊ ഞാൻ ഇവന്മാരോട് രണ്ടുപേരോടും എന്തെങ്കിലും കുണൂണാന്ന് പറയും. അപ്പൊ ദേ അകത്തിരിക്കണ ആ രമണി അവൾ അടുക്കളയിൽ ഓടി വന്നിട്ട് ഇവന്മാരോടും എന്നോടും കുണൂണാന്ന് പറയും. ശരിക്കും ആ ഇവിടെ എന്നെ കുണുകുണ ഈ നടക്കണം. എന്റെ ഓപ്പേ, ഇവിടെ ഈ ത്രിസന്ധ്യക്ക് വിളക്ക് വെക്കുമ്പോ അപ്പമാല് വഴക്കാണെന്നേ. അന്നൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഈ വീട്ടില് ത്രിസന്ധ്യക്ക് വിളക്ക് വെക്കണ്ട, നട്ടുച്ചയ്ക്ക് 12 മണിക്കാണ് വെക്കാം. അപ്പൊ തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ല, പൊക്കോട്ടെ. എന്റെ മാക്കാച്ചി, മാക്കാച്ചിയാ? മാമച്ചി, ആ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആ, സംസാരിക്കാം. നീ പറ. കഴുതയെ പോലെ പണിയെടുത്തിട്ട് ആ. പട്ടിയെ പോലെ ഞാൻ ഈ കുടുംബത്തിൽ വന്ന് കിടക്കണം, അറിയാവാ? അത് ശരി. ഞാനൊരു കാര്യം ചോദിച്ചേ, നീ പട്ടിയാണോ കഴുതയാണോ? പട്ടി കുരയ്ക്കുന്നുണ്ടല്ലോ കൂടി. ഇവൻ പട്ടിയാ. മാമച്ചി ഒന്ന് കേക്കണം. ആ. കഴിഞ്ഞ 8 വർഷമായിട്ട് ആ. ഈ കുടുംബത്തിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കുന്ന ഈ ഞാനാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ വീട്ടിലുള്ള ആൾക്കാർ ഉപ്പും കർപ്പൂരം മാത്രമാണോ തിന്നണേ? അങ്ങനെയാണെങ്കിൽ ഉപ്പും കർപ്പൂരവും നീ മേടിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ മേടിച്ചോ. തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ലേ? പൊക്കോട്ടെ. എന്റെ ഓപ്പേ, ഒന്നിങ്ങോട്ട് വന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. മാമനിങ്ങോട്ട് വന്നേ. എന്നാ അളിയന്റെ ആ വയറ് കണ്ട? അത് ശരി, ഇത്രയും ദൂരെ നിന്ന് വയറ് കാണിക്കാൻ പറ്റിയാണ് എന്നെ വിളിച്ചു വരുത്തിയേ. എന്റെ മാമ അതല്ല, ഏ ആ കുടവയറ് കണ്ട? വാ, അത് എന്റെ അധ്വാനാണ്, എന്റെ അധ്വാനം. എടാ പ്രാന്ത ഒന്ന് പതുക്കെ ആൾക്കാർ കേട്ടാൽ നീ വേറെ വല്ലതും വിചാരിക്കും. ഞാൻ വേലത്തെ കാശാണ് ആ വയറിങ് ഇങ്ങനെ ഉണ്ടായി വെച്ചേക്കണത്. ഇപ്പൊ വയറാണ് നിന്റെ പ്രശ്നം. ആ. അത് ഞാൻ ശരിയാക്കി തരാം. എടാ മോനെ സുശീലടാ, ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി സംസാരിക്കും. അതിനകത്ത് തലച്ചോറില്ല, ഇവിടെ ആകുമ്പോ പഴഞ്ചോറ് തന്നെ ഉണ്ടാവും. അതാണ് പറഞ്ഞ. പിന്നെ നിന്റെ ഈ വയറാണ് പ്രശ്നം. ആണല്ലേ? അപ്പൊ നീ എല്ലാ ദിവസവും രാവിലെ ഒരു 10 റൗണ്ട് ഓടിയിട്ട് ഈ വയറൊന്ന് കുറയ്ക്കണം. ഓർക്കാം. അപ്പൊ എല്ലാ കാര്യങ്ങളും റെഡിയാവും. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ. പിന്നെ അത് വേറെ ഒന്നും പറയുന്നില്ല. ആ പറഞ്ഞൊക്കെ പോയിട്ട് വരാം. അത്ര പ്രശ്നമുള്ളൂ. പ്രവീണേ, ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവർ 10 റൗണ്ട് എല്ലാ ദിവസവും ഓടിയിട്ട് വയറ് കുറച്ചോളും. ആ. അപ്പൊ ഈ പ്രശ്നമൊക്കെ തീർന്നില്ലേ? പൊക്കട്ടെ 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 പൊക്കട്ടെ. എന്റെ പൊന്നു മാമച്ചി, ഇതൊന്നും അല്ലല്ലോ പ്രശ്നം. പിന്നെ ഇത്രയും കാലമായിട്ട് ഞാൻ മാത്രമേ ഇവിടെ കഷ്ടപ്പെടുന്നുള്ളൂ. ഇയാൾ ചുമ്മാ ഇരുന്ന് തിന്നുവാണ് ഇവിടെ. ആണോ? ആ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്നാ പിന്നെ അവരോട് ഇറങ്ങി പോകാൻ പറയണം. അയ്യോ, ഞാനെങ്ങനെ ഇറങ്ങിപ്പോവും? അതാ. ഞാൻ ഇറങ്ങി പോകണമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഇവിടെ തുണി നനച്ചിട്ടാക്കിയല്ലേ. എനിക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? നനഞ്ഞ തുണിയായിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? പോരുത്, ജലദോഷം പിടിക്കും, പോരുത്. ആ പോകൂല, അതാ പറഞ്ഞത്. ആ, ചേട്ടാ തുണിയൊക്കെ ഉണങ്ങിയിട്ടാ നമുക്ക് പോവാം. തുണി ഉണങ്ങി ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. തുണി ഉണങ്ങിയിട്ടുണ്ട്, ഇറങ്ങിക്കോ അളിയാ. അതെ ആ. ദേ, രമണി, എന്നാ ഇത് കൊണ്ടുപോയി നനച്ചിട്ട് കണ്ട കഴിഞ്ഞില്ലേ? കണ്ട, ഇവിടെ പോകാൻ കഴിയില്ല ഇയാൾക്ക്. അതാണ് ഈ കാണിക്കുന്നത്. എന്നെ ഞാൻ പോകാടാ. ഞാൻ സ്ത്രീധനത്തിന്റെ ബാക്കിയൊന്നും ഞാൻ ഇവിടുന്ന് വിട്ടോളാം. അയ്യോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങണിക്ക് അവക്ക് കൊടുക്കാനുള്ള ഭാഗവും സ്ത്രീധനത്തിന്റെ ബാക്കി തന്നെ ഞാൻ ഇവിടുന്ന് വിട്ടു. ഏ, എന്റെ ഓപ്പേ, നിർത്തിക്കേ. ഇതിനൊരു പരിഹാരം ഞാൻ പറയാം. ആ. എടി പിള്ളേ, ഇത്രയൊക്കെ ആസ്വദിക്കണ്ടല്ലോ. ഇവിടെ ഉള്ള മുതൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേർക്കും അങ്ങോട്ട് ഭാഗം ചെയ്ത് കൊടുത്തേക്കും. 3 സെന്റ് വസ്തുവിലിരിക്കണ തറവാട് വീട് എന്റെ മകൻ പ്രവീണിന്. ആ, അത് കൊള്ളാം. തറവാടിരിക്കണ 3 സെന്റ് വസ്തു എന്റെ മകള് രമണിക്കും അവിടെ കെട്ടിയോ. ഓക്കെ, അത് മതി. ആ, കൊള്ളാം. അപ്പൊ നാളെ നേരം എടുത്ത് എഴുത്തൂത്തൊക്കെ നാളെ ചെയ്യാം. അതെ, കാര്യങ്ങളൊക്കെ ഒരു വ്യവസ്ഥയായില്ലേ? അത് കലക്കി വേത്താച്ചി. ഏ? മാമച്ചി, പിന്നെ വേറൊരു കേസ് ഞാൻ പറഞ്ഞേക്കാട്ടെ. എഴുത്ത് കടന്നിലേക്ക് ഇവിടെ കുത്ത് കിടക്കും. അത് വേറെ വിഷയമോ? അപ്പൊ നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല ഇല്ല, ഇനിയിപ്പോ സംഭവമൊക്കെ ക്ലിയർ ആയില്ല. ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് സെറ്റായി കേസല്ലേ ഉള്ളൂ. നാളെ നമ്മൾ ഒരുമിച്ച് ജീവിച്ച കളിയാ. പിന്നെ തീർച്ചയായിട്ടും. മനസ്സിലൊന്നും വെക്കില്ല കളിയാ. ഇല്ലില്ല, അതല്ല, ഞാനിവിടുന്ന് കുറെ ഭക്ഷണമൊക്കെ കളിയന്റെ പേരിൽ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ എന്താന്ന് വെച്ചാൽ തന്നേക്കാട്ടാ, വിഷയമൊന്നുമില്ല.
അല്ല അത് മനസ്സിൽ അല്ല അത് മനസ്സിൽ വെക്കില്ല ഞാൻ മനസ്സിൽ വെക്കും. അല്ല ഞാൻ മനസ്സിൽ വെക്കും അത്. അതെന്താണ്? പിന്നെ ഞാൻ ഇവിടുന്ന് കൊറേ വെട്ടിവാരി തിന്നിട്ടുള്ളേ. നാളെ ഈ പറമ്പ് വിട്ടിട്ടാണെങ്കിൽ അളിയന് പൈസ തന്നിരിക്കും. എന്നാ നിന്റെ പൈസ നിന്റെ മോത്തർ ഞാൻ തന്നിരിക്കും. ഞാൻ എന്റെ പറമ്പ് ഈ പറമ്പ് വിട്ടിട്ടാണെങ്കിൽ നിന്റെ ആ പൈസ നീ പറമ്പ് വിറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെ കയറൂടാ? നിന്റെ വീട് ഞാൻ ചേച്ചി വെച്ച് പൊളിക്കോളാം. പറയാ കത്തിക്കണം. എന്നാ എന്റെ പറമ്പിൽ ചവിട്ടിട്ടോടാ നിന്റെ വീട്ടിൽ കയറാൻ. നിന്നെ നിന്നെ എടാ, നിന്നെ ഞാൻ നീ കത്തിക്കോടല്ല അയ്യോ! കത്തിക്കോട നിന്നെ ഞാൻ. എന്നെ താഴെ വെച്ചില്ല നിങ്ങൾ രണ്ടിനെ ഞാൻ കത്തിക്കും. ദേ, എന്നടോ? ദേ, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പറമ്പിലോ ഈ വീടിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്താ? കാരണം നിനക്ക് നിന്റെ സ്ഥലം വിൽക്കണമെങ്കിലോ ഇവൻ താമസിക്കണ വീട് പൊളിക്കണം. നീ സമ്മതിക്കോ? അത് ഞാൻ സമ്മതിക്കുന്നില്ല. നിനക്ക് നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ ഇവന്റെ പറമ്പിൽ വരാൻ പറ്റുള്ളൂ. കാലി അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പഴയ പോലെ തന്നെ സ്നേഹിച്ച് ഒത്തൊരുമിച്ച് കഴിയണം എന്നാണ് നമ്മുടെ അമ്മയുടെ ആഗ്രഹം. നമ്മുടെ അമ്മയുടെ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരുടെയും ആഗ്രഹം മക്കൾ ഒരുമിച്ച് കഴിയണം എന്നാ. അപ്പൊ ഇനി ഞാൻ ഈ കൊണ്ടാരക്കല്ല തീറ്റി പോറ്റണം. വേണ്ടി വരും. രമണിയെ ചോറെടുത്തോ? അപ്പൊ ഞാനില്ലേ അല്ലാണ്ട് പിന്നെ